നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഇതാ UDF സർക്കാർ അധികാരത്തിലേറാൻ പോവുകയാണ്. CPM-ന് പലയിടത്തും കാലുറി, പലയിടത്ത് മാത്രമല്ല 35ഓളം സീറ്റുകളിൽ CPM ഒതുങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തീർന്നില്ല. CPM-ന്റെ ധാർഷ്ട്യമാണോ അതോ അവരുടെ അലംഭാവമാണോ അതോ ഇനി ഒരിടത്തും ഭരണം വേണ്ട എന്ന നിലപാടാണോ അത് വ്യക്തമല്ല. പക്ഷേ ഇപ്പോഴിതാ നിർണായകമായ ചില നീക്കങ്ങൾക്ക് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കുകയാണ്. CPM-ന്റെ കയ്യിലുള്ള ഏക വലിയ നഗരസഭയായ കോഴിക്കോട് നഗരസഭ, അതുമാത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് അവകാശപ്പെടാനുണ്ടായിരുന്നത്. ആ നഗരസഭയുടെ ഭരണസമിതിയെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടിതാ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു. ഹൈക്കോടതി ഇതിന് പ്രകാരം നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു മാസത്തിലധികമായി. പക്ഷേ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇടത് സർക്കാർ തങ്ങളുടെ ഇടത് നഗരസഭയുടെ ഭരണസമിതിക്കെതിരെ ഒരു എടുത്തിരുന്നില്ല. ഇനി കോഴിക്കോട് നഗരസഭ ഉറ്റുനോക്കുന്നത് വരുന്ന UDF സർക്കാർ എന്ത് തീരുമാനമെടുക്കും, എന്ത് നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എടുക്കുമെന്നാണ്. കാരണം വ്യക്തമാണ്. മാർച്ച് 31 മുമ്പ് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ബജറ്റ് പാസ്സാക്കിയിരിക്കണം. കാരണം ഏപ്രിൽ പകുതിയോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. മാർച്ച് 31-നകം പ്രസ്തുത നഗരസഭ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം ബജറ്റ് പാസ്സാക്കിയില്ലെങ്കിൽ, നമുക്കറിയാം അധികാരത്തിലേറി 3 മാസമാകുന്നു. ബജറ്റ് പാസ്സാക്കിയില്ലെങ്കിൽ ആ ഭരണസമിതിക്ക് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തുടർന്ന് അങ്ങോട്ട് പ്രവർത്തിക്കാനുള്ള നിയമസാധുത ഇല്ല. അപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് കോഴിക്കോട് നഗരസഭ ബജറ്റ് പാസ്സാക്കിയിട്ടില്ല. ബജറ്റ് പാസ്സാക്കാത്ത നഗരസഭ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. അതിനുശേഷമാണ് തട്ടിക്കൂട്ടിയത് ബജറ്റ് പാസ്സാക്കിയത്. ഈ ബജറ്റ് പാസ്സാക്കിയത് ബജറ്റിന്മേലുള്ള തുടർ നടപടികൾ അത് നിയമവിരുദ്ധമാണ്, അത് അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ശ്രീജ സുരേഷ് എന്ന കൗൺസിലർ ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി വ്യക്തമായ നടപടി സർക്കാരിനെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ മാർച്ച് 31-നകം ബജറ്റ് പാസ്സാക്കിയില്ലെങ്കിൽ വ്യക്തമായ നടപടി ഈ തദ്ദേശ സ്ഥാപനത്തിനെതിരെ കൈക്കൊള്ളണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. കാരണം ഇടത് സർക്കാരാണ്, അവിടെ ഇടത് ഭരണസമിതിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇവിടെയാണ് കോഴിക്കോട് മുൻ മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ്റെ വാക്കുകൾ, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോഴിക്കോട് നഗരത്തിലെ BJP-യുടെ ആ ഒരു കുതിച്ചു കയറ്റത്തെ ചൊല്ലിയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായത്. അദ്ദേഹം CPM നേതാക്കളെ ഉപദേശിച്ചിരുന്നു, ഇങ്ങനെയല്ല, BJP തങ്ങളുടെ നിലപാട് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും കോഴിക്കോടിലെ നഗരത്തിലെ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും BJP രണ്ടാമതായെത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പല വാർഡുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തി. BJP സ്ഥാനാർത്ഥിയായിരുന്നു യഥാർത്ഥ എതിരാളി, അല്ലാതെ UDF ആയിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം BJP സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചവിടെ, BJP സ്ഥാനാർത്ഥികൾ. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു ബംഗാൾ പോലെയായി മാറാൻ പോവുകയാണ്. ബംഗാളിൽ BJP ഒരു തരത്തിലും ഒരു 10 നിയമസഭയിലേക്കുള്ള MLA-മാരെ പോലും ജയിപ്പിച്ചു വിടാനാകില്ലെന്ന് കരുതിയിരുന്നിടത്ത് ഇതാ BJP 100 കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ BJP-യുടെ ചരിത്ര വിജയം പോലെ ഇവിടെ കേരളത്തിലും പ്രത്യേകിച്ച് കോഴിക്കോടും അത് ആവർത്തിക്കാൻ പോകുകയാണ് എന്നാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന മുതിർന്ന CPM നേതാക്കളോട് മുന്നറിയിപ്പ് നൽകിയത്. അതിൻ്റെ പിന്നാലെയാണ് ഇങ്ങനൊരു ഹർജി പോയിരിക്കുന്നത്. കാരണം കോഴിക്കോട് BJP-യുടെ തേരോട്ടം വളരെ വ്യക്തമാണ്. ഈ തിരഞ്ഞെടുപ്പ് സമയത്തെ കണക്കിൽ പരിശോധിച്ചാൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിപ്പോയി. അല്ലായിരുന്നെങ്കിൽ അവിടെ BJP-ക്ക് അക്കൗണ്ട് തുറക്കാനായി എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന ഘടകവും വിലയിരുത്തുന്നത്. സംസ്ഥാന ഘടകത്തിൻ്റെ പാളിച്ച തന്നെയാണ് കോഴിക്കോട് പല മണ്ഡലങ്ങളിലും 3-4 തവണ പല മത്സരങ്ങളിലും ലോക്സഭയിലടക്കം മത്സരിച്ച സ്ഥാനാർത്ഥികളെ വീണ്ടും മത്സരിക്കാനിറക്കി വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിർന്നത്. പുതുമുഖങ്ങളെ ഇറക്കിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ അവിടെ BJP മത്സരിപ്പിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം നഗരസഭ പോലെ കോഴിക്കോടും പിടിച്ചെടുക്കാനായിരുന്നു എന്ന്, കോഴിക്കോടിലെ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇനി നോക്കൂ, തിരുവനന്തപുരം കഴിഞ്ഞ 45 വർഷത്തെ ആ ഒടുവിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിലെത്തിയതും ഇപ്പോഴിതാ മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ അവർ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഒരു നിയമലംഘനം നടത്തുമ്പോൾ ആ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുമ്പോൾ, ഹൈക്കോടതിയിലൊരു ഹർജി വരുമ്പോൾ നടപടിയെടുക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് രൂക്ഷമായി ആവശ്യപ്പെടുമ്പോൾ
കോഴിക്കോട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ മറ്റൊരു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണോ എന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ അവിടെ തിരുവനന്തപുരം നഗരസഭ പോലെ കോഴിക്കോട് നഗരസഭ പിടിച്ചെടുക്കാനും BJPക്ക് ഒട്ടും മടിയില്ല എന്നതാണ് ഇപ്പോഴത്തെ CPMനെയും UDFനെയും ഒക്കെ അലട്ടുന്ന ആ ഒരു വിഷയം. കാരണം ഇനിയൊരു തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ BJPയുടെ ഓളമായിരിക്കും എന്ന് വ്യക്തം. CPMൻ്റെ കയ്യിൽ ആകെയുള്ളൊരു ഒരു നഗരസഭയാണ് പ്രധാന നഗരസഭയാണ് കോഴിക്കോട് നഗരസഭ. അതും കൂടെ കൈവിട്ട് പോയാൽ പിന്നെ CPMന് പിടിവള്ളി ഇല്ലാതാകും. പക്ഷേ അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൻ്റെ തോൽവി അതെങ്ങനെ തോറ്റു, എങ്ങനെ ഈ കനത്ത പരാജയം സംഭവിച്ചു എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് നഗരസഭ കയ്യിൽ നിന്ന് പോകുമോ എന്ന ഭീതിയിലാണ് CPM. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് കോഴിക്കോട് നഗരസഭയിൽ വേണ്ടി വന്നാൽ ഇരട്ടി വിജയം നേടാനുള്ള ഒരുക്കത്തിലാണ് BJP പ്രവർത്തകരും.